അപ്പോൾ ഈ ആഹാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ആരുടെ പേരിലാണ്? ഇസ്ലാമിൻ്റെ പേരിലാണേ. നോമ്പുകാലത്ത് മലപ്പുറം ജില്ലയിലെ സ്കൂളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച ഇസ്ലാമിൻ്റെ പേരിലാണ് ആഹാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവിടെ പ്രഘോഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സുഡാപ്പികൾ എന്ന് പറയുന്നൊരു വിഭാഗം ഇപ്പോൾ ഉണ്ടല്ലോ, ആ സുഡാപ്പികളാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനം. അതിലൊരു വിദ്വാൻ്റെ വ്യാഖ്യാനം ഞാൻ കേട്ടു. ഞാനിതൊന്നും അങ്ങനെ മറുപടി കൊടുക്കാറില്ല, എനിക്കതിന് സമയമില്ല. ഷവർമയെ ഞാൻ പിൻപോയിട്ടായിട്ട് ആക്രമിക്കാൻ കാരണം ആ ആഹാരം കഴിച്ച് ഇവിടെ നിരവധി പേര് മരിച്ചു. ബിരിയാണി കഴിച്ച് അത്രയും പേര് മരിച്ചിട്ടില്ല. ഈ പറയുന്ന അറബി ഫുഡ്, ഞാൻ മുസ്ലിം ഫുഡ് എന്ന് പോലും പറഞ്ഞിട്ടില്ല, ഇവിടെ ആഖ്യാന നിർമ്മിതി നടത്തിയവരാണ്. ഇത് മുസ്ലിങ്ങൾക്കെതിരാണ്. ഏത് ഷവർമ മുസ്ലിം ആഹാരമെന്ന് ഞാൻ എവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാനൊരിടത്തും പറഞ്ഞിട്ടില്ല. അറബി ഫുഡാണ്. ഈ അറബി നാട്ടിൽ നിന്നാണ് ഇത്. അറേബ്യയിലേക്ക് മറ്റേതോ ഒരു രാജ്യത്ത് നിന്ന് അറബി നാട്ടിലേക്ക് വന്നതാണ്. ഇത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ജീവിതശൈലികൾക്കും ഒക്കെ ഇണങ്ങിയതായിരിക്കണം. ഒരു കാലത്ത് യൂറോപ്പിനെ നമ്മൾ അന്ധമായി അനുകരിച്ചു. ഇന്ന് നമ്മൾ വ്യാപകമായി ഇസ്ലാമിനെ പോലുമല്ല അനുകരിക്കുന്നത്, അറേബ്യയാണ് അനുകരിക്കുന്നത്. അത് ആരോഗ്യകരമല്ലാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഷവർമ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അത് കഴിക്കുന്നതൊന്നും അസമയത്താണ്. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് പോലും വലിയ ഫാറ്റി ലിവർ പ്രശ്നം വരെ ഉണ്ടാകുന്നുണ്ട്. ഇതിനെയാണ് കൊടിയ വർഗീയതയായിട്ട് ചിത്രീകരിച്ചത്. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ മാംസം കഴിക്കുന്ന ആളല്ല, മാംസാഹാരത്തിന് ഞാൻ എതിരുമല്ല. എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരാൾ മാംസാഹാരം കഴിച്ചാൽ എനിക്കൊരു പ്രശ്നം. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയാൽ എന്താ കാണുന്നത്? വ്യാപകമായ രാസവസ്തുക്കൾ ചേർത്ത സാധനമാണ് നമ്മൾ കഴിക്കുന്നത്. ഈ രൂക്ഷഗന്ധം, അത് വിഷം കഴിച്ച് കഴിച്ച് വിഷത്തോട് അഡിക്ഷൻ ആയവരാണ് ഇവർ. അത് ഇവിടെ മൊത്തത്തിൽ ഭക്ഷ്യത്തിൽ വിഷം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാംസത്തിൽ വ്യാപകമായി വിഷം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രൂക്ഷഗന്ധം നമ്മൾക്ക് നാസാദ്വാരങ്ങളിലേക്ക് വരുമ്പോൾ. കഞ്ചാവ് അടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ കഞ്ചാവില്ലാതെ ജീവിക്കാൻ പറ്റില്ലോ. അതുപോലെ നമ്മുടെ കുട്ടികൾ പോലും ഇതിന് അഡിക്റ്റാണ്. എനിക്ക് ഈ ഷവർമ എന്ന പലഹാരത്തിൻ്റെ പേരോട് ചേർത്ത് ശവ നായർ എന്നോ ശവപ്പുലയ എന്നോ പറയാൻ സാധിക്കില്ല. ഞാൻ അങ്ങനെ ഒരു വർമ്മ ചേർത്ത് ഒരു സറ്റയറാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയുക സാമാന്യ ബോധമില്ലാതെ പോയത് എൻ്റെ കുറ്റമല്ല. ഞാൻ